ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയാൻ പോണത് ഈ വയർ എങ്ങനെ എക്സസൈസ് ചെയ്യാണ്ടൊക്കെ കുറയ്ക്കാം, എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിച്ചും എന്തെല്ലാം ഭക്ഷണം കഴിക്കാണ്ടിരുന്നു നമുക്ക് വയറങ്ങനെ കുറയ്ക്കാം. ചിലർക്കൊക്കെ തീരെ മെലിഞ്ഞിട്ട് പോകും, പക്ഷെ അവരുടെ വയറ് മാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് തള്ളി നിൽക്കുന്നവരുണ്ടാവും. എന്നാൽ എക്സസൈസ് എടുക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ പരമാവധി ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ച് മലയാളീസ്. ചോറ് മാറ്റി വെച്ചിട്ടുള്ള വേറൊരു കളിയില്ല, അങ്ങനത്തെ ആൾക്കാരാണ് മലയാളീസ്. അല്ല, ഞാൻ അങ്ങനെയാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോറിന്റെ അളവ് കുറയ്ക്കാം. ഒന്നാമത്തെ കാര്യം. ഇല്ലയെന്നുണ്ടെങ്കിൽ രാത്രി ചോറ് കഴിക്കല് പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ചോറ് ഒരുപാട് കാർബോഹൈഡ്രേറ്റഡ് ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഡൈജസ്റ്റ് ആവാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, രാത്രി നമ്മൾ ഭക്ഷണം ചോറ് കഴിക്കണത് പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കും. പിന്നെ ഈ പാക്കറ്റ് ജ്യൂസിൽ പ്രിസർവേറ്റീവ്സ് ഇല്ല, നോ പ്രിസർവേറ്റീവ്സ്, നോ ആഡഡ് ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ പരസ്യം വരിക. പക്ഷെ അതിലെന്തായാലും പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊരു ജ്യൂസ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേടാവാണ്ട് എത്ര ദിവസം വീട്ടിലിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി. ഇതിലെന്തായാലും ഈ പാക്കറ്റിൽ വരുന്ന സാധനങ്ങൾ എത്ര ദിവസം ഒരു ഷോപ്പിൽ വെക്കും. അപ്പൊ അത് ചീത്തയാവാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനത്തെ പാക്കറ്റ് ജ്യൂസ് ഒക്കെ കുടിക്കല് പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കാം. പിന്നെ ഈ സ്നാക്സ്, ഓയിൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഈ സ്നാക്സ്, ഉഴുന്നുവട, പരിപ്പ് വട, അങ്ങനെയുള്ള ഈ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പലഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ വയറിനുള്ള ബുദ്ധിമുട്ടുകൾ പരമാവധി മാറിക്കിട്ടും. നമുക്ക് ഈ മോഷൻ പോകുന്ന കാര്യത്തിലായാലും എല്ലാത്തിലും ഒരു വ്യത്യാസം വരും, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മാറ്റാൻ തുടങ്ങി. പിന്നെ ഇനി നമുക്ക് എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാം. ഈ ഉണ്ണിപ്പിണ്ടിയൊക്കെ നമുക്ക് വീട്ടിലേക്ക് കിട്ടുന്ന സാധനമാണ്, അതൊക്കെ കഴിക്കുക നന്നായിട്ട്. ഉണ്ണിപ്പിണ്ടി, പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒരുപാട് ആഡ് ചെയ്യാൻ നോക്കുക നമ്മുടെ ഫുഡിൽ. എത്രത്തോളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആഡ് ചെയ്യാൻ പറ്റണോ അത്രത്തോളം നല്ലതാണ്. പിന്നെ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായി കഴിക്കാൻ പറയണത്. കാരണം അത് ഡൈജസ്റ്റ് ആവാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ഫുള്ളായി ക്ലീൻ ആയി പോവാനും നമ്മുടെ മോഷൻ ക്ലിയർ ആവാനും എല്ലാത്തിനും നല്ലതാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ഫുഡില് പരമാവധി ആഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇതിലൊക്കെ ഫാറ്റ് കോമ്പൗണ്ട് ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ്, ഫാറ്റ് ബേണിംഗ് കോമ്പൗണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. തലേദിവസം ഓട്സ് ഒക്കെ എടുത്ത് അതിൽ കുറച്ച് ചിയ സീഡും എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അത് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ കഴിക്കാൻ നോക്കാം. അപ്പോൾ ഒരു വേഗം ദഹിക്കാൻ എളുപ്പമുള്ള ഫുഡാക്കി നമുക്ക് കഴിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വയറിന് ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ഇതെല്ലാം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുഡിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ നമ്മുടെ വയറിന് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങും. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് ഇതേപോലെ ചോറ് കഴിക്കാണ്ടിരിക്കാനേ പറ്റില്ല, അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ എൻ്റെ രാത്രിയിലുള്ള ചോറ് മാത്രം ഞാൻ അവോയ്ഡ് ചെയ്ത് തുടങ്ങി. അപ്പൊ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ഡെയിലി എനിക്ക് മോഷൻ പാസ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല, എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്യും തോറും എനിക്ക് അതിലും റൊട്ടീൻസിലൊക്കെ മാറ്റം വരാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് പറയണത്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ഒരുപാട് കാരണമാവും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.